താരിഫ് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ വ്യാപാര അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും സുപ്രധാന ചുവടുവയ്പ്. 3 വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യുകെയും സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാക്കി. ഏതാണ്ട് 13 റൗണ്ട് ചർച്ചകൾക്കൊടുവിൽ ധാരണയിലെത്തിയ സ്വതന്ത്ര വ്യാപാര കരാർ കയറ്റുമതിക്ക് നേട്ടമുണ്ടാക്കുമെന്നും കർഷകർക്ക് നഷ്ടമുണ്ടാക്കുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ സുപ്രധാനമായ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു യുണൈറ്റഡ് കിങ്ഡവുമായി. പണപ്പെരുപ്പത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന പ്രതാപത്തിലേക്ക് ഉയരാൻ യുകെക്കും വികസിത ഭാരതമെന്ന ഇന്ത്യൻ സ്വപ്നത്തിനും നിർണായകമാകുന്ന സ്വതന്ത്ര വ്യാപാര കരാർ. നിരവധി കടമ്പകൾ പിന്നിട്ടാണ് കരാർ യാഥാർത്ഥ്യമായത്. ഇന്ത്യയും യുകെയും തമ്മിൽ ഏതാണ്ട് 4.9 ലക്ഷം കോടിയുടെ വാണിജ്യ ഇടപാടുകളാണ് പ്രതിവർഷം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കാണിത്. 2030ഓടെ $120 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ഉയർത്താമെന്നാണ് പുതിയ കരാറിലൂടെ കണക്കുകൂട്ടുന്നത്. ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, മിഷനറി, സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ, ലെതർ പാദരക്ഷകൾ, സെറാമിക് ഫർണിച്ചർ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഇതിനെല്ലാം ബ്രിട്ടനിൽ നികുതി കാലക്രമേണ 0 ഇന്ത്യ പ്രതീക്ഷിക്കുന്ന സുപ്രധാന നേട്ടവും ഇത് തന്നെ. IT, ധനകാര്യ, വിദ്യാഭ്യാസ മേഖലകളിൽ വിസ ചട്ടങ്ങളിൽ ഇളവും ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ കമ്പനികൾക്ക് വ്യാപാര മേഖലയിൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വഴി തുറന്നു കിട്ടുമെന്ന് ചുരുക്കം. ഇന്ത്യയുടെ മദ്യവിപണി ബ്രിട്ടനും ഗുണം ചെയ്യും. സ്കോച്ച്, ജിൻ അടക്കം വിദേശ നിർമ്മിത വിദേശ മദ്യം നികുതി കുറച്ച് ഇന്ത്യൻ വിപണിയിലെത്തും. നിലവിൽ 150% ഇറക്കുമതി തീരുവ. ഇത് നേർപകുതിയാകും. ഘട്ടം ഘട്ടമായി 40%. ബ്രിട്ടീഷ് ഓട്ടോമൊബൈൽസ് വാഹനങ്ങളുടെ ഇറക്കുമതി കൂടും. കരാർ അനുസരിച്ച് ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കൾക്ക് ഇന്ത്യയിലെ വാഹന വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് അവസരം ലഭിക്കും. ബ്രിട്ടീഷ് കമ്പനികൾക്ക് ഇന്ത്യയിലെ ടെലികോം, ബാങ്കിംഗ്, ഇൻഷുറൻസ് രംഗത്തേക്ക് നിക്ഷേപം നടത്താൻ അവസരമൊരുങ്ങും. കയറ്റുമതിക്ക് ആവേശമാകുമെങ്കിലും ആശങ്കകളുമുണ്ട് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച്. പ്രധാനമായും 2 മേഖലകളിലാണ് ആശങ്കകൾ നിലനിൽക്കുന്നത്: കൃഷിയിലും ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലും. വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ശ്രീലങ്കയുമായി മുൻപുണ്ടാക്കിയ സ്വതന്ത്ര വ്യാപാര കരാറും ആസിയാൻ കരാറുമാണ്. തേയിലയുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും റബ്ബറിന്റെയും വിലയിടിവിന് ഈ കരാറുകൾ വഴിവെച്ചു.